ഹലോ, ഇന്നൊരു ബീട്രൂട്ട് ഫേസ് പാക്കാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്ത് തൊലി കളഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം. വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അരയ്ക്കാൻ. എന്നിട്ട് ഇതുപോലൊരു ചെറിയ ബൗളിൽ എടുത്തങ്ങ് വെക്കുക. പിന്നെ ഇതിലേക്ക് കടലമാവാണ് ചേർക്കേണ്ടത്. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് അലോവേര ജെല്ല് ചേർക്കുക. നാടൻ കറ്റാർവാഴ അവിടെ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ നല്ലതായിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കത് കിട്ടാൻ. ഓക്കെ, നമുക്കിനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫേസും നെക്കും നന്നായിട്ടൊന്ന് ആവി കൊള്ളിക്കുക. ഞാൻ ഈ ഫേസ് പാക്ക് 100 തവണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാമറയുടെ മുന്നിൽ ആദ്യം ആയതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ മിസ്സായിപ്പോയി. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ചെയ്തതാണിത്. അതുകൊണ്ടാണ് ഡ്രസ്സ് മാറിയത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് സ്ക്രബ് ചെയ്യുക. അതായത് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഫേസ് സ്ക്രബ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആ സെയിം ബീട്രൂട്ട് ജ്യൂസിൽ കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്താൽ മതി, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസ് നല്ലതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് വാഷ് ചെയ്ത് കളയുക. ഫേസ് തുടയ്ക്കണ്ട, വെറ്റായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇനി നമ്മുടെ ഫേസ് പാക്ക് അങ്ങോട്ട് എടുക്കുക. നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഫേസ് പാക്ക് ഞാൻ പറഞ്ഞ പരുവത്തിൽ തന്നെ ഇരിക്കണം, എന്നാലേ അത് ഫേസിൽ ഇരിക്കുകയുള്ളൂ. ലൂസായിരുന്നാൽ അതിങ്ങനെ ഒലിച്ചു പോവും. ഞാനിത് എൻ്റെ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനല്ല, നിങ്ങൾ നെക്കിലും അപ്ലൈ ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ കാലിലും കയ്യിലൊക്കെ തേക്കാൻ പ്രശ്നമൊന്നുമില്ല. ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കരുത്. അത് നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ ഉണ്ടാക്കും. സോ ബി കെയർഫുൾ. ആൻഡ് ഒരു 20 മിനിറ്റ് ഇത് ഡ്രൈ ആവാൻ വേണ്ടി നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഉള്ള എൻ്റെ ഫേസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് തന്നെ വെളുത്തിട്ട് പാറുമൊന്നുമില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് ടൈം അടുത്ത ഫേസ് പാക്ക് ആയിട്ട് വരാം. ബൈ ബൈ.